ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ പാൻസിലും കുർത്തിയുടെ സ്ലീവിലും അതുപോലെ കുർത്തിയുടെ ദാമൻ ഏരിയയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. പാന്റ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു നോർമൽ സ്ട്രൈറ്റ് പാന്റാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പാന്റിന്റെ കട്ടിങ് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പാന്റ് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ബെൽറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത അവിടെ നിന്നും താഴത്തേക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ എത്രയാണോ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അതിനോട് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ സാധാരണ 38ലാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ 39 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അറ്റം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ലൈനിൽ നിന്നും മുകളിലേക്ക് ഫസ്റ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈനാക്കി മാറ്റി കൊടുത്തു. അതിന് മുകളിൽ വീണ്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈനാക്കി വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു പീസ് മാറ്റി വെക്കാം. എന്നിട്ട് ഇവിടെ വേറെ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1.5 ഇഞ്ച് വീതിയിലും 30 ഇഞ്ച് ലെങ്തിലും 4 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 8 പീസുകൾ നിങ്ങൾ എടുക്കണം. കാരണം ഈ 4 പീസ് വെച്ചിട്ട് എനിക്ക് ഒരു സൈഡ് മാത്രമേ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഓരോ പീസും നേരെ പകുതിയാക്കി മടക്കിയിട്ട് 1/4 ഇഞ്ച് വിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ നല്ല വശം മറിച്ചിടാം. അതിനുവേണ്ടി ഞാൻ ലൂപ്പ് ടർണർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നല്ല വശം മറിച്ചിട്ടതിന് ശേഷം അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് 3 ഇഞ്ച് ലെങ്തിലുള്ള പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഈ 4 പീസുകളും ഞാൻ ഫുള്ളായിട്ട് 3 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 3 ഇഞ്ച് വിത്തിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പാന്റിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിണ്ടായിരുന്നു. അതിന്റെ ലെങ്ത്തിലാണ് പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ പേപ്പർ പീസ് നേരെ പകുതിയാക്കി മടക്കിയതിനു ശേഷം സെന്റർ മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ 3 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ പീസുകളും ഇതുപോലെ പേപ്പറിന് മുകളിൽ വെച്ചിട്ട് സെന്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസുകളും ഇതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മടക്കിയിട്ട് അരികിലൂടെ അരയിഞ്ച് വിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാന്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് പാന്റിന്റെ നല്ല വശമാണ്. ഈ ഒരു ഭാഗത്തിനോട്
നമ്മൾ പേപ്പറിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനോട് പാനിന്റെ താഴെ വരുന്ന ഭാഗം കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ രണ്ടിന്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ടിഞ്ചായിരുന്നു നമ്മൾ കാവ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഇങ്ങനെ കാവ് മടക്കി സ്റ്റിച്ച് ചെയ്യാണ്. ഇനി ഇതിനുള്ളിൽ പേപ്പർ പീസ് എടുത്ത് മാറ്റാം. ഫുള്ളായിട്ട് ഇത് പേപ്പർ എടുത്ത് മാറ്റാൻ പറ്റില്ല, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളൊന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ പെട്ടെന്ന് വിട്ടുപോരും. നമ്മൾ ഈ ജോയിൻ ചെയ്തെടുത്ത രണ്ട് പീസിന്റെയും മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. നേരത്തെ ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ പാന്റിന്റെ ഒരു സൈഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഞാൻ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം പാന്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.